അധികം ആരുടെയും കണ്ണിൽപ്പെടാതിരുന്ന ഒരു US സൈനിക ക്യാമ്പ് അല്ലെങ്കിൽ ഒരു ഔട്ട് പോസ്റ്റാണ് ജോർദനിലെ ടവർ 22. വളരെ തന്ത്രപ്രധാനമായ ഒരു ലൊക്കേഷനിലാണ്, അതായത് ജോർദൻ, സിറിയ, ഇറാഖ് അതിർത്തി പ്രദേശത്താണ് ഈ ടവർ 22 സ്ഥിതി ചെയ്യുന്നത്. ISന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയാണ് ഔട്ട് പോസ്റ്റിൻ്റെ പ്രധാന ലക്ഷ്യം. പരമാവധി 300-350 US സൈനികർ മാത്രമാണ് ഈ ക്യാമ്പിലുള്ളത്. ഇറാഖ്, ജോർദാൻ, സിറിയൻ മേഖലയിൽ ഏകദേശം 1 ഡസനോളം US സൈനിക ക്യാമ്പുകളുണ്ട്. അമേരിക്കയിൽ നിന്ന് ഏറ്റവും അധികം സൈനിക ആവശ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കുന്ന രാജ്യമാണ് ജോർദാൻ. കഴിഞ്ഞ ദിവസം ശത്രുക്കൾ അയച്ച ഡ്രോൺ വളരെ സാവധാനത്തിലും താഴ്ന്നുമാണ് ഈ സൈനിക ക്യാമ്പിനെ ലക്ഷ്യമാക്കി പറന്നത്. അതേസമയം അതീവ രഹസ്യമായ ഒരു ദൗത്യം കഴിഞ്ഞ് മറ്റൊരു അമേരിക്കൻ ഡ്രോൺ തിരികെ എത്തുന്നതും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ടവർ 22 സൈനിക ക്യാമ്പ്. ഈ ഒറ്റ ഒരു കാരണത്താൽ മടങ്ങിയെത്തുന്ന US ഡ്രോണിനെ വെടിവെച്ചിടാതിരിക്കുവാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ഓട്ടോ ഫീച്ചേഴ്സ് മുഴുവൻ ഓഫ് ചെയ്തു വച്ചിരിക്കുകയായിരുന്നു. ടവർ 22 ലക്ഷ്യമാക്കിയുള്ള ഡ്രോൺ എത്തുമ്പോൾ യാതൊരു മുന്നറിയിപ്പോ ഭീഷണിയോ നിലവിൽ ഇല്ലാതിരുന്നത് മൂലം ഈ സൈനിക ക്യാമ്പ് അക്ഷരാർത്ഥത്തിൽ ഉറങ്ങുകയായിരുന്നു. ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം കൊടുന്നനെ ഇറാഖിൽ രൂപം കൊണ്ട ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഇറാൻ പിന്തുണയുള്ള നിരവധി പോർ ഗ്രൂപ്പുകൾ ഈ സംയുക്ത സംഘത്തിനുണ്ട്. ഇതിൻ്റെ നേതൃനിരയിലുള്ളത് കതൈബ് ഹിസ്ബുള്ള, നുജാബ, അതുപോലെ കതൈബ് സയ്യിദ് അൽ സുഖാദ എന്നിവരാണ്. അമേരിക്കൻ വിരുദ്ധതയാണ് ഇവരെ ഒരുമിപ്പിക്കുന്ന പ്രധാന ഘടകം. ഇതിൽ കതൈബ് സയ്യിദിന് അമേരിക്കൻ സൈനികരുമായി ദീർഘനാളായി പോരാടിയ ചരിത്രവുമുണ്ട്. മയക്കത്തിൻ്റെ നടുവിൽ ടവർ 22 ആക്രമിക്കപ്പെട്ടപ്പോൾ ശരിക്കും ഞെട്ടിയുണർന്നത് വാഷിംഗ്ടണാണ്. നാണക്കേടിൽ നിന്ന് തലയൂരുവാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ നേതൃത്വത്തിൽ തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലായിരുന്നു തിങ്കളാഴ്ച മുഴുവൻ അമേരിക്കൻ ഭരണസിരാകേന്ദ്രത്തിലെ ബുദ്ധികേന്ദ്രങ്ങൾ. അമേരിക്കയുടെ മുമ്പിൽ പ്രധാനമായും 3 ഓപ്ഷനുകളാണുള്ളത്. ഒന്ന്, സിറിയ, ഇറാഖ്, യമൻ മേഖലകളിലെ ഇറാൻ അർദ്ധ സൈനിക വിഭാഗത്തെ ആക്രമിക്കുക, അല്ലെങ്കിൽ ഇറാനിയൻ കപ്പലുകളെ സമുദ്രത്തിൽ ലക്ഷ്യമിടുക. ഇതുമല്ലെങ്കിൽ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചുവെന്ന് അമേരിക്ക കരുതുന്ന ഇറാൻ പിന്തുണയുള്ള സംഘത്തെ നേരിട്ട് ആക്രമിക്കുക. തിരിച്ചടിക്കുവാൻ ബൈഡന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് പ്രധാനമായും റിപ്പബ്ലിക്കൻ പാർട്ടിയാണ്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ബാക്കി നിൽക്കെ മുഖ്യ എതിരാളി ഡൊണാൾഡ് ട്രംപ് ആണെന്ന് ഏറെക്കുറെ ഉറപ്പായ സാഹചര്യത്തിൽ ഒരു നേർക്കുനേർ യുദ്ധം, അതും മിഡിൽ ഈസ്റ്റിൽ, അതത്ര ഈസി ഡിസിഷൻ ആയിരിക്കില്ല ജോ ബൈഡന്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.